ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പോയിൻസെറ്റിയ പ്ലാന്റ് എങ്ങനെ നമുക്ക് അതിൻ്റെ കളർ നിലനിർത്താം എന്നതിനെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് പ്ലാന്റാണ് പോയിൻസെറ്റിയ. ഹായ്, ഞാൻ സാലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. പോയിൻസെറ്റിയ പ്ലാന്റിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സും അതുപോലെ തന്നെ കുറച്ച് ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ കാര്യം, പലരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ് പോയിൻസെറ്റിയ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സാണ് ഈ കാണുന്ന വൈറ്റും റോസും റെഡും ഒക്കെ. പക്ഷേ അത് ശരിയല്ല. ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീവ്സ് തന്നെയാണ് ഈ കളർ വേരിയേഷൻസിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ യെല്ലോ കളറിൽ ചെറിയ ഫ്ലവേഴ്സാണ് ഇതിനുള്ളത്. പലപ്പോഴും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം നല്ല കളർഫുള്ളായിട്ടുള്ള ലീവ്സ് കാണാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല സൺലൈറ്റുള്ള ഭാഗത്ത് ഈ ഒരു പ്ലാന്റ് വെക്കുന്നതോടുകൂടി എല്ലാ ലീവ്സും ഗ്രീൻ കളറിലേക്ക് മാറുകയാണ്. എങ്ങനെയാണ് അതിൻ്റെ കളറ് റോസും റെഡും വൈറ്റും ഒക്കെ ആയിട്ട് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ പോയിൻസെറ്റിയ പ്ലാന്റിൻ്റെ കെയർ ഒന്ന് മനസ്സിലാക്കാം. പോയിൻസെറ്റിയ പ്ലാന്റ് വളർത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ വാട്ടറിംഗ് ആണ്. ആഴ്ചയിൽ 2 തവണ മാത്രം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ഇഷ്ടപ്പെടാത്ത ഒരു പ്ലാന്റും കൂടെയാണ്. കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ റൂട്ട്സിലൊക്കെ വന്ന് ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡെയിലി ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പ്ലാന്റ്സിനെയൊക്കെ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ മണ്ണിലൊന്ന് തൊട്ട് നോക്കുക. ഈർപ്പം ഉണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഫിംഗർ ടിപ്പ് മെത്തേഡ് വളരെ നല്ലതാണ് ഈ ഒരു പ്ലാന്റിന്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ലൈറ്റിംഗ് ആണ്. അതിൻ്റെ ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പോയിൻസെറ്റിയ പ്ലാന്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബ്രൈറ്റ് സൺലൈറ്റാണ്, ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് അല്ല. അതുകൊണ്ട് തന്നെ പകലെല്ലാം നല്ല ബ്രൈറ്റായിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഷെയ്ഡ് ഏരിയയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് നല്ലതുപോലെ വളർന്നു വരുന്നത് കാണാൻ സാധിക്കും. പോയിൻസെറ്റിയ പ്ലാന്റിന് പ്രത്യേകിച്ച് ഒരുപാട് ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല. എപ്പോഴും വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഏറ്റവും നല്ലത്. NPK പോലുള്ള വളങ്ങൾ, നൈട്രജൻ ധാരാളം അടങ്ങിയ വളങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഈ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തിന് NPK പോലുള്ള വളങ്ങൾ നല്ലതാണ്. ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ പോലും പ്രശ്നമില്ല, ഈ പ്ലാന്റ് നന്നായിട്ട് തന്നെ വളർന്നു വരുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാലാമത്തെ കാര്യം ഇതിൻ്റെ പോട്ടിംഗ് മിക്സാണ്. പോയിൻസെറ്റിയ പ്ലാന്റ് പോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോട്ടിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. അതുമാത്രമല്ല, നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഡ്രെയിനേജ് ഹോളിൽ കൂടെ പോകുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വേരുകൾ ചീഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ബാൾസത്തിൻ്റെ ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതേ പോട്ടിംഗ് മിക്സ് തന്നെ ഈ ഒരു പ്ലാന്റിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, പോയിൻസെറ്റിയ പ്ലാന്റിൻ്റെ ഈ ഫ്ലവറിങ്, ഈ റെഡും യെല്ലോയും അതുപോലെ തന്നെ ക്രീമും റോസും ഒക്കെ ആയിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ ട്രിക്കാണ്. കാരണം നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ പ്ലാന്റ് ഇതേപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്ന കാണാം. പക്ഷേ ചൂടുള്ള കാലാവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലീവ്സ് എല്ലാം തന്നെ ഗ്രീൻ കളറാവും. അതിനൊരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പം ഡിസംബർ മാസങ്ങളിലാണ് ഇതിന് നല്ല കളർഫുള്ളായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് 2 മാസം മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ ഒരു കാര്യമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 4 തുടങ്ങി അതുപോലെ അടുത്ത ദിവസം രാവിലെ 8 മണി വരെ ഈ ഒരു പ്ലാന്റ് നമ്മൾ
വീടിൻ്റെ ഉൾഭാഗത്ത് എന്ന് വെച്ചാൽ ഇൻഡോറായിട്ട് ഏതെങ്കിലും ലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുവെക്കുക. പകൽ വന്നിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഭാഗത്ത് നല്ല ഷെയ്ഡ് ഏരിയയിൽ വെക്കുക. അതുപോലെ വാട്ടറിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം പഴയ പോലെ തന്നെ ചെയ്യുക. പക്ഷേ ഈ 4 തൊട്ട് 8 മണി വരെയുള്ള സമയം നമ്മളെപ്പോഴും ഇൻഡോറായിട്ട് വെക്കുക. ഈ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ഫോട്ടോ പീരിയോഡിസം. ഇതൊരു വലിയ വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പം ഈ ഒരു സിമ്പിൾ ട്രിക്കിലൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഒരു പ്ലാന്റിൻ്റെ കളർ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആരുടെയൊക്കെ വീടുകളിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടെന്നുള്ളത് കാര്യം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് വീഡിയോസ് ഇടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട് മീ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.